ഏറ്റവും ചുരുങ്ങിയത് 1.25 ലക്ഷം കോടി രൂപയുടെ നഷ്ടം കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്കും കേരളത്തിനും സൃഷ്ടിച്ച കരാറാണിത്. കോൺഗ്രസ് ഒപ്പുവെച്ചതെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്യാരണ്ടികളെല്ലാം. ഈ കേരളത്തിലെ സ്ഥിതി എന്തെന്ന് വിവരമില്ലാത്ത ആരോ ഒക്കെ ഇരുന്ന് പടച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുക. ഇവിടെ രാഹുൽ ഗാന്ധി ഗ്യാരണ്ടി ചെയ്യുന്നത് കേരളത്തിന്റെ നാശമാണ്, നന്നാക്കൽ. ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇത് കേരളം തള്ളിക്കളയും. എങ്ങനെയെങ്കിലും വരാനുള്ള ഒരു തത്രപ്പാടില്ല. വന്നിട്ടാവും ബാക്കി കാര്യം. ഏതായാലും വന്നു കഴിഞ്ഞാൽ 5 വർഷം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു പ്രാവശ്യവും കൂടി ഭരണത്തിന് പുറത്തിരിക്കുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. ആ വെപ്രാളത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിലേ ഇതിവർക്ക് ചെയ്യാൻ കഴിയില്ലെന്ന്. നിങ്ങൾ സർക്കാരിൽ എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും അതിനൊരു ഫിനാൻഷ്യൽ ബാക്കിങ് വേണ്ടേ, ഫിനാൻഷ്യൽ സ്ട്രാറ്റജി വേണ്ടേ? എന്താ LDFന്റെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി? ഒന്ന്, കിഫ്ബി വഴിയും മറ്റും വായ്പ എടുത്ത് നാടിന് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങൾ ഇതിനു വേണ്ടി മുതൽ മുടക്കാം. 2, ഇനി കേന്ദ്രം എന്തൊക്കെ കുത്തിത്തിരിപ്പ് കാണിച്ചാലും വരുമാനം തരുന്നില്ലെങ്കിലും നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 20% മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ എന്ന് ബാക്കി സംസ്ഥാനങ്ങൾക്കൊക്കെ 50-60% കൊടുക്കുമ്പോൾ അങ്ങനെ എത്ര കുറവാണെങ്കിലും അത് പാവങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ, ആ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അത് നന്നായിട്ട് വർദ്ധിച്ചിട്ട് ഇനിയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ഈ 2 കാലുമേണ് ധനകാര്യം നിൽക്കുന്നത്. ഒന്ന്, വലിയ തോതിലുള്ള വായ്പ. അത് ജഡഭാരമാവില്ല, കാരണം അത് മുഴുവനും ആസ്തി ഉണ്ടാക്കാനാ ചെലവഴിക്കണേ. ഒരു പൈസ പോലും വേറെ കാര്യത്തിൽ ചെലവഴിക്കില്ല. അതേസമയം സർക്കാരിന്റെ വരുമാനം ക്ഷേമത്തിന്. എന്താ UDFന്റെ നിലപാട്? UDFന്റെ നിലപാട് ഈ കടം മേടിക്കണം മുഴുവനും തെറ്റാണെന്നല്ലേ, കടക്കണിയിലാണ് സംസ്ഥാനം എന്നല്ലേ. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്രമായിട്ട് ഒത്തുകളിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഇന്ന് നിലനിൽക്കുന്നതിന്റെ ഒരു തൂണ് ഇളക്കിക്കൊണ്ടുപോയിരിക്കുക. നിൽക്കൂ പിന്നെ കേരളം. അപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? ബഡ്ജറ്റ് വെച്ചിട്ടാ. അപ്പൊ പിന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും ഈ 1000 രൂപയൊക്കെ ആര് കൊടുക്കുന്ന പറയണേ? കൊടുക്കാനല്ലെന്ന്, കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധനകാര്യ തന്ത്രമോ കാഴ്ചപ്പാടോ UDFന് ഇല്ല. ഉണ്ടെങ്കിൽ പറയട്ടെ. ഇതുവരെയും അത് പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ഈ പ്രഖ്യാപനങ്ങൾ ഗ്യാരണ്ടി കേൾക്കാമെന്ന്, ഞങ്ങളെങ്ങനെ ഇതിന് പണം കണ്ടെത്താ എന്ന് എന്ന് ഏതെങ്കിലും UDF നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ചെയ്യാനല്ല ഈ കാര്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ. രാഹുൽ ഗാന്ധി റബ്ബറിന് 250 രൂപ താങ്ങുവില നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. നന്നായി, ഒരു 300എങ്കിലും വേണ്ടിയിരുന്നു. പക്ഷെ അതിനെ കുറിച്ച് പറയാനല്ല ഞാനിന്ന് പോയി പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആദ്യം കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളോടും റബ്ബർ കൃഷിക്കാരോടും മാപ്പ് പറയണമെന്ന്. കോൺഗ്രസ് അല്ലേ ആസിയാൻ കരാർ ഒപ്പിട്ടത്? 2003 വാജ്പേയി സർക്കാരാണ് ആസിയാൻ കരാറിന്റെ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ഒപ്പിട്ടത്. അന്ന് മുതൽ ഇടതുപക്ഷത് ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്. കേരളത്തിൽ ശ്രീമാൻ KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും ശക്തിയായിട്ട് എതിർത്തു. UPA സർക്കാർ വന്നു. ആസിയാൻ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തമായ നിലപാട് മൂലം ആ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ഫുൾ എഗ്രിമെന്റ് ആയില്ല. രണ്ടാം UPA സർക്കാർ ഇടതുപക്ഷത്തിനെ UPA എന്ന് പുറത്താക്കിക്കൊണ്ടുള്ള രണ്ടാം UPA സർക്കാർ വന്നു. ആദ്യം ചെയ്ത കാര്യങ്ങളൊന്ന് 2010
ഈ ഫ്രെയിം വർക്ക് അഗ്രിമെന്റ് ഫുൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആക്കി മാറ്റുകയായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് കേരളത്തിലേക്ക് റബ്ബർ ഇറക്കുമതി ഇതിക്ക് മുമ്പുള്ള ഒരു ദശാബ്ദത്തിൽ ഏതാണ്ട് 50,000 ടൺ ഒരു വർഷം ഉണ്ടായിരുന്നത് ഇപ്പൊ 5 ലക്ഷം ടണ്ണാണെന്ന്. ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യത്തിന്റെ 40% ഇന്ന് ഇറക്കുമതി വഴിയാണ്. ഇതിന്റെ ഫലം എന്തായി? 200-240 രൂപ ഉണ്ടായിരുന്ന റബ്ബറിന്റെ വില 90-130 തകർന്നു വീണു. റബ്ബറിൽ നിന്നുള്ള വരുമാനം അന്ന് 14,000 കോടി ആയിരുന്നത് കരാറ് വെച്ച് കഴിഞ്ഞപ്പോ 6,000-ൽ പരം കോടി രൂപയെ ചുരുങ്ങി. എത്രയും നഷ്ടമെന്നറിയോ കേരളത്തിന്? ഈ കഴിഞ്ഞ 15 വർഷക്കാലം ശരാശരി 2,000 കോടി വിട്ടിക്കോളൂ. ഏറ്റവും ചുരുങ്ങിയത് 1.25 ലക്ഷം കോടി രൂപയുടെ നഷ്ടം കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്കും കേരളത്തിനും സൃഷ്ടിച്ച കരാറാണിത്. കോൺഗ്രസ് ഒപ്പുവെച്ചതെന്ന്. എന്നിട്ട് ഇവിടെ വന്നിട്ടേ ഇതിനെക്കുറിച്ച് കമമുണ്ടാതെ 250 രൂപ താങ്ങുവില നൽകുമെന്ന് പറയുന്നു. 2010 ഒപ്പുവെച്ചത് 2014 വരെ UPA 2 ഉണ്ടായിരുന്നല്ലോ. അപ്പോഴല്ലേ വില തകർന്നത്? ആ വില തകർന്നപ്പോഴേ കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറുവിരല് രണ്ടാം UPA സർക്കാർ ചെയ്തോ? അനക്കിയ. ഒരു പാക്കേജ് ഇന്ത്യക്ക് നേട്ടം ഉണ്ടായി എന്നാ പറയണേ. ആർക്കാ റബ്ബർ ഇറക്കുമതി നടത്തിയതിന്റെ ഫലമായിട്ട് തുറന്നു കൊടുത്തതിന് ഫലമായി നേട്ടം ഉണ്ടായത്? ഒന്ന്, റബ്ബർ കമ്പനികള്, ടയർ കമ്പനികള്. ആ ടയർ കമ്പനികൾ എത്രയോ പഠനങ്ങളുണ്ടെന്ന് അറിയാമോ? റബ്ബറിന്റെ വില ഇങ്ങനെ ഇടിഞ്ഞിട്ടും ടയറിന്റെ വില ഇടിഞ്ഞില്ല. എന്താ ലാഭം ഉണ്ടാക്കിയത്? ഇനി ഇന്ത്യയിലെ തുണി വ്യവസായം, തൊകല് വ്യവസായം, എഞ്ചിനീയറിങ്, സോഫ്റ്റ്വെയർ, ഇതിൻ്റെയൊക്കെ കയറ്റുമതി കൂടി. അതൊക്കെ വലിയ നേട്ടമായിട്ടാണ് ഇന്ത്യ സർക്കാർ പറഞ്ഞത്. ആയിക്കോട്ടെ. പക്ഷെ 4 വർഷം UPA സർക്കാർ തുറന്നു ഭരിച്ചപ്പോ ഈ നേട്ടമൊക്കെ ഉണ്ടായപ്പോ കേരളത്തിലെ കൃഷിക്കാർ തകരണു. അതുകൊണ്ട് റബ്ബറിനൊരു പാക്കേജ്. ഈ അന്തർദേശീയമായിട്ട് കേരളത്തിലെ റബ്ബർ മത്സരശേഷി നേടാൻ വേണ്ടിയിട്ട് ഈ പഴയ മരങ്ങളൊക്കെ വെട്ടി പുതിയ നടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സബ്സിഡി. ഇവിടെ തന്നെ റബ്ബർ കൃഷിക്കാരുടെ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പിന്തുണ. എന്തെങ്കിലും ഒരിളവ് കൃഷിക്കാർക്ക് നൽകിയോ? വേറൊന്നും വേണ്ടെന്ന്. ആ തൊഴിലുറപ്പില് റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്നെങ്കിലും ഉൾപ്പെടുത്തിക്കൂടെയിരുന്നോ? ചെയ്തോ? ഇതൊന്നും ചെയ്യാതെ ഇന്ന് കേരളത്തിൽ വന്നങ്ങ് മേനി നടിക്കുക. ഞങ്ങൾ 170 കോടി 250 രൂപ സബ്സിഡി താങ്ങുവില നൽകുമെന്ന്. UDF തുടങ്ങിയത് ഈ ഫ്ലോർ പ്രൈസ്. എത്ര കൊടുത്തതെന്നറിയോ? 2010 ഈ പുതിയ ആസിയൻ കരാർ വന്നത്. അതിനുശേഷം 16 വരെ കേരളം ഭരിച്ചിരുന്നത് UDF അല്ലേ. 200 കോടി രൂപയാണെന്ന് റബ്ബർ കൃഷിക്കാർക്ക് സബ്സിഡി ആയിട്ട് നൽകിയത്. അതേസമയം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 2,500 കോടി രൂപ റബ്ബർ കൃഷിക്കാർക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സബ്സിഡി നൽകി. ആ വ്യത്യാസം. അപ്പൊ ഇനി എത്രയാണ് റബ്ബർ താങ്ങുവില വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയുടെ ജനാധിപത്യയുടെ പ്രകടന പത്രിക മുഖ്യമന്ത്രി റിലീസ് ചെയ്യുമ്പോൾ അത് വ്യക്തമായിക്കൊള്ളൂ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
ഇതുപോലെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്യാരണ്ടികളെല്ലാം. ഈ കേരളത്തിലെ സ്ഥിതി എന്തെന്ന് വിവരമില്ലാത്ത ആരോ ഒക്കെ ഇരുന്ന് പടച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുക. ഒരു ഉദാഹരണം പറയാം. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ 1000 രൂപ വെച്ച് നൽകും. വടക്കേന്ത്യയിൽ ഇങ്ങനെയുള്ള ഗ്യാരണ്ടി അല്ലെങ്കിൽ തെക്കേന്ത്യയിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രാധാന്യം എന്താ? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ പുറകില. അതുകൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നു. കേരളത്തിലെ കോളേജുകളിൽ ഭൂരിപക്ഷം പേരും 70% പെൺകുട്ടികളല്ലേ. അവിടെ നടപ്പാക്കിയ കാര്യം ഇവിടെ പ്രഖ്യാപിക്കുന്ന എന്താ കാര്യമുള്ളത്? ഇവിടെ എന്താ വേണ്ടേ? കേരളത്തിൽ വേണ്ടത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള പരിശീലനത്തിലൊന്നും ഏർപ്പെടുന്നില്ല. അങ്ങനെ നൈപുണ്യ പരിശീലനത്തിൽ ആരെ ഏർപ്പെട്ടാലും അവർക്ക് കണക്റ്റീവ് വർക്ക് പ്രകാരം 1000 രൂപ നൽകും. ഏതാ കേരളത്തിന് അനുയോജ്യം? അതല്ലെങ്കിൽ നോക്കൂ, 25 ലക്ഷം രൂപ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുക, ആരോഗ്യ ഇൻഷുറൻസ്. ഇതുണ്ടല്ലോ കേരളത്തിലെ ഇവിടെ ഈ നമ്മുടെ നാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ധാരണയില്ലാത്ത ആരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ ഇപ്പൊ എന്താ നിലവിലുള്ള പൊതു ആരോഗ്യ സംവിധാനം അല്ലെങ്കിൽ ആ റേറ്റിൽ ചികിത്സ നൽകാൻ തയ്യാറുള്ള മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളടക്കം 42 ലക്ഷം കുടുംബങ്ങൾക്ക് ചികിത്സ അവിടെ പോയി തേടിയാൽ ആ സ്ഥാപനങ്ങൾക്ക് റീഎംബേഴ്സ് ചെയ്യും. പൊതു ആരോഗ്യ സംവിധാനത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അഷുറൻസ് പ്രോഗ്രാമാണ്. 5 ലക്ഷം രൂപയേ ഉള്ളൂ. 99% ആളുകൾക്ക് അത് മതി. അല്ല ഇനി അവയവ ട്രാൻസ്പ്ലാന്റിന് കൂടുതൽ പണം വേണം, ശരി, മാനിഫെസ്റ്റോ വരട്ടെ, അവിടെ എന്താ പറയണം നിങ്ങൾ നോക്കുക. പക്ഷെ ഇവിടെ എന്താ അവര് പറയണേ? UDF 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖല മുഴുവനും തകർക്കുന്ന ഒരു നയമാണെന്നത്. ഈ അഷുറൻസ് പ്രോഗ്രാം ആദ്യം ഇൻഷുറൻസ് ആയിട്ട് തുടങ്ങിയതാ. അതിന്റെ ദോഷഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു പരിരക്ഷാ പരിപാടിയാക്കി മാറ്റി. കേന്ദ്രത്തിന്റെ ചെറിയൊരു സഹായവും കൂടി നമുക്ക് കളയണ്ട, അതും കൂടി മേടിക്കാൻ പറ്റുന്ന രീതിയിൽ. അതിപ്പോ 42 ലക്ഷം കുടുംബങ്ങൾക്കല്ല, എല്ലാ കുടുംബങ്ങൾക്കും ഏതെങ്കിലും ഒരു ഇൻഷുറൻസോ അൻഷുറൻസോ നൽകുന്ന രീതിയിൽ വിപുലപ്പെടുത്തിയിരിക്കുക. പൊതു ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ ഒന്നുണ്ടാക്കുമ്പോൾ അതിനെ തകർക്കുന്ന ഒരു പരിപാടിയായിട്ട് വരുന്നത് ആരിന്ന് കാശ് വാങ്ങിയിട്ടാ? വാർത്തകൾ പലതും വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫാർമ കമ്പനികളെല്ലാം കോൺഗ്രസിന് സംഭാവന നൽകിയിട്ടുണ്ട്. വലിയ തോതിൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആശുപത്രികളിലേക്ക് വരികയാണ്. റെക്കോർഡിലുള്ളതാണ്. കോൺഗ്രസിന് ബോണ്ട് വഴി പണം നൽകിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനത്തെ അച്ചാരം കൊടുക്കുന്ന പണിയായിട്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ ഏത് വേണമെങ്കിലും, ഞാനിപ്പോ ഓരോന്നെടുത്ത് പറയുന്നില്ല. ഇതാ വയോജനങ്ങൾക്ക് എന്താ കൊടുക്കാൻ പോണത്? ഡിപ്പാർട്ട്മെന്റ്. എന്താ ഇതിന്റെ അസംബന്ധം? വയോജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പരിരക്ഷയാ. അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഗുണമുണ്ടോ? വയോജന ആരോഗ്യ പരിരക്ഷ എടുത്ത് പുതിയ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കോ? കേരളത്തിൽ വേണ്ടതേ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങള്, ആരോഗ്യ വകുപ്പ്, ഇവരെല്ലാവരും കൂടിച്ചേർന്ന് കേരളത്തിലെ വയോജനങ്ങൾക്ക് സംരക്ഷണം, കിടപ്പ് രോഗികൾക്ക്
പരിപൂർണ പരിരക്ഷയുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അത് നടക്കോ ഇല്ലേ എന്നുള്ളത്, നടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വയോജന കമ്മീഷനും. അവിടെയാണ് ഭയങ്കര കണ്ടുപിടുത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കും പോലും. KSRTC ഇപ്പൊ എന്താ നടക്കുന്നത്? തെലങ്കാനയിലും കർണാടകത്തിലും രണ്ടിടത്തും ചാർജ് കൂട്ടിയില്ലേ? UDF അവരുടെ ഭരണം അവസാനിപ്പിച്ചപ്പോ 3000 കോടി രൂപ KSRTCയുടെ ഏതാണ്ട് എല്ലാ ആസ്തികളും പണയപ്പെടുത്തി എടുത്തിട്ട് പരസ്യമായിട്ട് പറഞ്ഞല്ലേ അന്നത്തെ മന്ത്രി ഇത് നിലനിൽക്കൂലെന്ന്. 12,000 കോടി രൂപ മുടക്കിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഈ KSRTCയെ വരവും ചെലവും ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നു. ഇനി എന്താ മുൻഗണന? ഇനി അടിയന്തരമായിട്ട് വേണ്ടത് ആ പാവപ്പെട്ട പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കണം. ജീവനക്കാര് നന്നായി പണിയെടുത്തിട്ടാണ് കേട്ടോ ഈ വരുമാനം ഇങ്ങനെ വർദ്ധിച്ചിട്ടുള്ളത്. അവർക്കൊരു അംഗീകാരം നൽകണം. പൊതു ഗതാഗത സംവിധാനം എന്ന നിലയിൽ KSRTCയെ ശക്തിപ്പെടുത്തണം. എന്തുകൊണ്ടാ? അങ്ങനത്തെ ഒരു ഗതാഗത സംയോജിത സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ ഹൈസ്പീഡ് ട്രെയിന് വന്നിറങ്ങിയാൽ RTTS വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോ വഴി പോവാം, അല്ലെങ്കിൽ പൊതുഗതാഗതത്തിലൂടെ പോവാം, നിങ്ങൾക്ക് പിന്നെ ഓട്ടോ പിടിക്കാം, അതിനെ കൊറ്റ ടിക്കറ്റിന് എല്ലാത്തിനും അവസാന മൈല് നടന്നു പോകാം. ഇങ്ങനൊരു സംയോജിത ഗതാഗതത്തിൽ ഏറ്റവും നിർണായകമാണ് പൊതുഗതാഗതം എന്ന് പറയുന്നത്, KSRTC എന്ന് പറയുന്നത്. അതിനെ സംരക്ഷിക്കുന്ന വേണ്ട പണം കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇപ്പോ വിഷമിച്ചൊരു 12 കോടി രൂപ പ്രതിദിന വരുമാനത്തിലേക്ക് എത്തുമ്പോ അതിന്റെ പാതി സബ്സിഡിയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാ, നന്നാക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി ഗ്യാരണ്ടി ചെയ്യുന്നത് കേരളത്തിന്റെ നാശമാണ്, നന്നാക്കലല്ല. ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇത് കേരളം തള്ളിക്കളയും. യെസ്, ചോദ്യങ്ങളാണ്. പക്ഷെ ഇത് ഈ ഗ്യാരണ്ടിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഗ്യാരണ്ടിയിൽ പറയുന്ന അപ്രായോഗികമായ പല കാര്യങ്ങളും, ഇപ്പൊ KSRTC തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുകയാണെങ്കിൽ KSRTC എന്ന് പറഞ്ഞ സംവിധാനം ഉയർത്തിക്കൊണ്ടുവന്നത് പൂർണ്ണമായി നിശ്ചലമാകും. പൊതുഗതാഗതം സംബന്ധിച്ച് കേരളം സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇത് ഈ പറഞ്ഞ ആരോഗ്യ ഇൻഷുറൻസ്, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇത് പ്രായോഗികമാക്കിയതെന്ന് അറിയില്ല. ന്യായ പദ്ധതിയിൽ അന്ന് പറഞ്ഞിരുന്ന 6,000, ഇപ്പൊ പറയുന്നത് ക്ഷേമപെൻഷൻ 3,000, 18 മാസം തുടക്കം വരുത്തിയിട്ടാണ് അവർ പോയത്. ഇതെല്ലാം LDF പറയുമ്പോഴും ഇത് ആ നിലയിൽ ചർച്ച ചെയ്യാനോ പഴയ ഇരുണ്ട കാലത്തെ ഓർമ്മപ്പെടുത്താനോ ജനങ്ങൾക്കിടയിൽ ഇപ്പൊ പുതിയ ഈ വലിയ തരത്തിൽ വലതുപക്ഷ മാധ്യമങ്ങളോ പരസ്യം കൊണ്ടോ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധിക്കുക? എന്റെ ഈ വർത്താനോ അതിന്റെ ഭാഗമായിട്ട്, ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയുള്ളൂ. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മുഴുവനും അതിൽ ചുരുക്കം ഒരു ഭാഗം ഒഴിച്ചാൽ LDF വിരുദ്ധമാണ്. അതിന്റെ ഉടമസ്ഥന്മാരുടെ നിലപാടാണ് കേട്ടോ. നമുക്ക് ഒരിക്കലും അതില് ജീവനക്കാര് എന്തോ ചെയ്യുന്നു എന്നുള്ളതല്ല ആണ്. അപ്പോ ഈ പറഞ്ഞതല്ല വരുന്നത്, ഗ്യാരണ്ടിയുടെ ആരവമാണ് വരുന്നത്, അതാണ് കയറുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കാന്ന് പറയുന്നത്, ഒന്ന്, ഇതുപോലെ മാസ് മീഡിയ എന്ത് വന്നാലും ഉപയോഗപ്പെടുത്തുക. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, വരമൊഴിയല്ല വാമൊഴി. നിങ്ങൾ വീടുകൾ കയറി വർത്താനം പറയണം, അതപ്പാ ചെയ്തുകൊണ്ടിരിക്കണേ. ചരിത്രം നോക്കിയാലേ കേരളത്തിൽ എന്നും വിമോചന സമരകാലം മുതൽ മാധ്യമങ്ങളിൽ നല്ല പങ്കും ഇത്രയും ആയിട്ടില്ല. LDFനെതിരാണ്, ലെഫ്റ്റിനെതിരാണ്. അതിനെ നേരിട്ടത് കേരളത്തിലെ പബ്ലിക് ഇടങ്ങളിൽ, പൊതു ഇടങ്ങളില്, അത് വായനശാലയാ,
കവലയാവാം, ചായക്കടയാവാം, വീട് തീർപ്പ് കേന്ദ്രമാവാം, അവിടെയൊക്കെ ഓരോ തൊഴിലാളിയും എഴുന്നേറ്റ് നിന്ന് അവരുടെ നിലപാടങ്ങ് വ്യക്തമാക്കി അതിന്റെ പുറത്താണ് വന്നത്. ഇന്ന് ഈ ഇടങ്ങളൊക്കെ കേരളത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പുതുതായിട്ടുള്ള പബ്ലിക് ഇടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അതിൽ ഇടതുപക്ഷത്തിന് വേണ്ടത്ര സാന്നിധ്യം ഇപ്പോഴും വന്നു ചേർന്നിട്ടില്ല. സോ ഇതൊക്കെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പിന് അതുകൊണ്ട് ഗൃഹസന്ദർശനം തന്നെ എല്ലാവരും, നേതാക്കന്മാര്, എല്ലാ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് കാണുന്നത് വീട്ടിൽ പോയി വർത്താനം പറയാം. ഞങ്ങക്ക് വർത്താനം പറയാനുണ്ട് കേട്ടാ. വിഷുവിന്റെ 4000 രൂപ വന്നു ചോദിക്കൂന്ന്. ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മതി, വലിയ ക്ലാസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അത്രയേറെ ആനുകൂല്യങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടൊന്ന് ഓർമ്മിപ്പിക്കണം. അത് ഞങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്രായോഗികമായ ഗ്യാരണ്ടികളെ സംബന്ധിച്ച് അവര് പറയുന്നത് വന്നാൽ നടപ്പിലാക്കേണ്ട എന്ന് കരുതിയിട്ടാണോ, വരില്ല എന്ന് ഉറപ്പുള്ളത്? ഒന്ന്, എങ്ങനെയെങ്കിലും വരാനുള്ള ഒരു തത്രപ്പാടില്ല. വന്നിട്ടാവും ബാക്കി കാര്യം. ഏതായാലും വന്നു കഴിഞ്ഞാൽ 5 വർഷം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു പ്രാവശ്യവും കൂടി ഭരണത്തിന് പുറത്തിരിക്കുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. ആ വെപ്രാളത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിലേ ഇതിവർക്ക് ചെയ്യാൻ കഴിയില്ലെന്ന്. നിങ്ങൾ സർക്കാരിൽ എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും അതിനൊരു ഫിനാൻഷ്യൽ ബാക്കിങ് വേണ്ടേ, ഫിനാൻഷ്യൽ സ്ട്രാറ്റജി വേണ്ടേ? എന്താ LDFന്റെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി? ഒന്ന്, കിഫ്ബി വഴിയും മറ്റും വായ്പ എടുത്ത് നാടിന് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മാറ്റങ്ങൾ ഇതിനു വേണ്ടി മുതൽ മുടക്കാം. 2, ഇനി കേന്ദ്രം എന്തൊക്കെ കുത്തിത്തിരിപ്പ് കാണിച്ചാലും വരുമാനം തരുന്നില്ലെങ്കിലും നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 20% മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ എന്ന് ബാക്കി സംസ്ഥാനങ്ങൾക്കൊക്കെ 50-60% കൊടുക്കുമ്പോ അങ്ങനെ എത്ര കുറവാണെങ്കിലും അത് പാവങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ, ആ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അത് നന്നായിട്ട് വർദ്ധിച്ചിട്ട് ഇനിയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ഈ 2 കാലുമേണ് ധനകാര്യം നിൽക്കുന്നത്. ഒന്ന്, വലിയ തോതിലുള്ള വായ്പ. അത് ജഡഭാരമാവില്ല, കാരണം അത് മുഴുവനും ആസ്തി ഉണ്ടാക്കാനാ ചെലവഴിക്കണേ. ഒരു പൈസ പോലും വേറെ കാര്യത്തിൽ ചെലവഴിക്കില്ല. അതേസമയം സർക്കാരിന്റെ വരുമാനം ക്ഷേമത്തിന്. എന്താ UDFന്റെ നിലപാട്? UDFന്റെ നിലപാട് ഈ കടം മേടിക്കണം മുഴുവനും തെറ്റാണെന്നല്ലേ? കടക്കണിയിലാണ് സംസ്ഥാനം എന്നല്ലേ? ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്രമായിട്ട് ഒത്തുകളിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഇന്ന് നിലനിൽക്കുന്നതിന്റെ ഒരു തൂണ് ഇളക്കി കൊണ്ടുപോയിരിക്കുക. നിൽക്കൂ പിന്നെ കേരളം. അപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? ബഡ്ജറ്റ് വെച്ചിട്ടാ. അപ്പൊ പിന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും ഈ 1000 രൂപയൊക്കെ ആര് കൊടുക്കുന്ന പറയണേ? കൊടുക്കാനല്ലെന്ന്, കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധനകാര്യ തന്ത്രമോ കാഴ്ചപ്പാടോ UDFന് ഇല്ല. ഉണ്ടെങ്കിൽ പറയട്ടെ. ഇതുവരെയും അത് പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ഈ പ്രഖ്യാപനങ്ങൾ ഗ്യാരണ്ടി കേൾക്കാന്ന് ഞങ്ങളെങ്ങനെ ഇതിന് പണം കണ്ടെത്താം എന്ന് എന്ന് ഏതെങ്കിലും UDF നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ചെയ്യാനല്ല ഈ കാര്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ. അത് മുഖ്യമന്ത്രി 2-ാം തീയതി കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്യും. അദ്ദേഹം വിശദീകരിക്കും. LDFന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഒന്ന്, കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനം ഉപയോഗപ്പെടുത്തി എത്ര വിഭവം സമാഹരിക്കാൻ പറ്റുമോ സമാഹരിച്ച് കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങള്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം 1-ാം നമ്പറാക്കും. കേന്ദ്രം ഇടങ്കോലിട്ടാൽ അതിനെ മറികടക്കാനുള്ള ഉപായങ്ങൾ തേടും. നിയമപരമായിട്ട് അതിനെ കേന്ദ്രത്തെ ചെറുക്കും, ജനങ്ങളെ അണിനിരത്തും.
ഒന്നത്. രണ്ട്, റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കണം. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് GST വരുമാനത്തിൽ വർധന ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. കാരണം ഇത്രയും നാളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകൾക്കും നമുക്ക് നികുതി കിട്ടും, അവിടെ കൊടുത്ത നികുതി. പക്ഷെ ഏതൊക്കെ ചരക്കാ ഇങ്ങനെ അവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോ നമ്മളെടുത്ത ശക്തമായ നിലപാട് മൂലം ഇതിലൊക്കെ ചില ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പണ്ട് വാളയാറ് അഴിമതി അവസാനിപ്പിച്ചേ 5 വർഷക്കാലം. ആ ചെക്ക് പോസ്റ്റുകളിലൊക്കെ നമ്മൾ ചെക്ക് പോസ്റ്റ് വെക്കാൻ പറ്റൂല. കേരളത്തിൽ നിന്ന് പടന്നു വരുന്ന വണ്ടികള് അത് നിരീക്ഷണത്തില് അതിന്റെ കപ്പാസിറ്റി എന്താണ്, ആർക്കാണ്, തത്സമയം തന്നെ അതിന്റെ ബില്ലുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ഏർപ്പാടുണ്ടാക്കും. GST വരുമാനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഇതുപോലെ റവന്യൂ ഇതര വരുമാനം. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, കേരളത്തിലെ വ്യവസായ മേഖലയിൽ വലിയ ഉണർവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള ചർച്ചകളും കരാറുകളും MOU ആണ്. അതിന് 35,000 കോടി രൂപയുടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കണോ. നാനോ നമ്മുടെ സൂക്ഷ്മ സംരംഭങ്ങളില്ലേ, അതിൽ 1 ലക്ഷത്തിന് 1 കോടി രൂപയുടെ സംരംഭങ്ങളായിട്ട് മാറ്റാനുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുക. ചെറുകിട സംരംഭങ്ങളെ 100 കോടി രൂപയുടെ ആയിട്ട് 1000 സംരംഭങ്ങളെ വളർത്താൻ. ഈ വളർച്ചയുണ്ടല്ല വരുമാനം വർദ്ധിപ്പിക്കും. GSTയുടെ വരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിചാരിച്ചത് ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്കായിരിക്കും നേട്ടം എന്നാണ്. നമുക്കത് ഉണ്ടായില്ല. എന്നാൽ ബാക്കി ഉപഭോക്തൃ സംസ്ഥാനം, ഉയർന്ന ഉപഭോഗമുള്ള സംസ്ഥാനങ്ങൾക്ക് നേട്ടം ഉണ്ടായി. അവരുടെ പ്രത്യേകത എന്താണോ, മാനുഫാക്ചറിങ് കൂടിയാണ്. അതുകൊണ്ട് അവിടുത്തെ മാനുഫാക്ചറിങ് മേഖലയിൽ വരുന്ന വരുമാനം നേരിട്ട് അവർക്ക് തന്നെ കിട്ടുന്നു. കേരളം മുഴുവൻ ഇൻഡസ്ട്രേറ്റ് കൊണ്ടുവരലാണ്. അത് IGST ആണ്, അതിന്റെ കണക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേരളത്തിലെ നമ്മുടെ വ്യവസായ മേഖലയുടെ ഉണർവും വളർച്ചയും നിശ്ചയമായിട്ടും GSTയുടെ വളർച്ചയ്ക്ക് സഹായകരമാകും. കിഫ്ബി തന്നെയാണ് അല്ലേ? കിഫ്ബി എന്നുള്ള പേരല്ല ഇത്. എന്താണ് സ്ട്രാറ്റജി? ഒന്ന്, പാവങ്ങളെ സഹായിച്ചോട്ടെ. എന്തുണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി പാവങ്ങളുടെ ആനുകൂല്യങ്ങളാണ്. ഒരു വിട്ടുവീഴ്ച. മുഖ്യമന്ത്രി നിയമസഭയെ പ്രഖ്യാപിച്ചത് ലോക്സഭ കഴിഞ്ഞപ്പോ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ. പക്ഷെ നമുക്ക് അതുപോലെ പ്രധാനമാണ് ഈ പശ്ചാത്തല സ്വരം പിന്നോക്കാവസ്ഥ മറികടക്കാം. അപ്പൊ ബഡ്ജറ്റിൽ അതിനുള്ള പണം ഉണ്ടാവില്ലെന്ന്. ഉണ്ടാവുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യാതിരുന്നാൽ 25-30 വർഷം വേണ്ടി വരും. വി വിൽ മിസ് ദ ബസ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ട്രാറ്റജി ബഡ്ജറ്റിന് പുറത്ത് പ്രത്യേക SPVകൾ ഉണ്ടാക്കി, കിഫ്ബി ആവട്ടെ വേറെ ഉണ്ടാവും ഇനി, അങ്ങനെയുള്ള സംവിധാനങ്ങൾ വഴി വായ്പ എടുത്ത് ഇവ നിർത്തണം. അത്ര ബോൾഡായിട്ടുള്ള ഒരു നിലപാട് എടുക്കണം എന്നുള്ളതാണ്. ഇതല്ലാതെ ഒരു തന്ത്രം പറ. ആർക്കെങ്കിലും ഒരു ഉപദേശം ഫ്രീ തരാൻ പറ്റുമെങ്കിൽ തരട്ടെ. കോൺഗ്രസ് പറയട്ടെ, ഞങ്ങൾ ഈ കടം മേടിക്കുന്നതിനെതിരാണ്. ശരി, വേണ്ട, പോട്ടെ. നിങ്ങൾക്ക് എന്തോ വലിയ സൂത്രവിദ്യ ഉണ്ടല്ലോ. എന്താണ് ആ സൂത്രം? ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. നാട്ടുകാരോട് പറയണമല്ലോ, നമുക്ക് പറഞ്ഞു തരണ്ട. നാട്ടിൽ പറയണ്ടേ വോട്ട് ചോദിക്കുമ്പോ? ഇല്ലെന്ന്. ഇതിങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. അദ്ദേഹം ദിവസവും ഞാൻ കാണുന്നുണ്ടല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, അതെനിക്ക് അറിഞ്ഞൂടാ. എന്തായി പറയണേ? ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ശക്തനായ വക്താവാണ്. അതൊക്കെ
അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ. സോറി, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വലിയ തിരക്കിലായിരുന്നു, എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ TV കാണാറുമില്ല, അതുകൊണ്ട് അത് ആരാ വർത്താനം പറയണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നോട് വല്ലതും ചോദിക്കുന്ന ഞാൻ പറയാം. എന്തോ ഇല്ല, ഞങ്ങളെല്ലാരും വർത്താനം പറയാൻ തീരുമാനിച്ചിരിക്കണം. അതും പറഞ്ഞേക്കാലോ. സ്വരാജ് ഉണ്ടാവും, ബിജു ഉണ്ടാവും, എല്ലാരും വർത്താനം പറയാം. ഇത് മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും പത്രസമ്മേളനം നടത്തുന്നുണ്ട്, ഞാനും നടത്തുന്നു, അത്രേ ഉള്ളൂ. എല്ലാ നേതാക്കന്മാരും സംസാരിക്കും. എന്തോ കടക്കണി ഈ കടത്തിന്റെ വലിപ്പം കാണിച്ച് പേടിപ്പിക്കല്. ഒരു ഒത്ത മനുഷ്യന്റെ, ഒരു കൊച്ചു കുഞ്ഞിന്റെ തലയിൽ കൊണ്ടുപോയിട്ട് 1 കിൻഡൽ ചാക്ക് വെച്ചാൽ വീണു പോവും. ഒത്ത മനുഷ്യന്റെ തല വെച്ചാൽ ചുമക്കും. അതുകൊണ്ട് ഈ കടത്തെ എപ്പോഴും അളക്കേണ്ടത് സമ്പദ്ഘടന വലിപ്പമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാ. അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോ കടക്കണിയിലൊക്കെ അല്ല കേരളം പോണത്, മറിച്ച് 39% GDP-യുടെ കടവുണ്ടായത്. ഇതിപ്പോ കുറഞ്ഞു 34% എങ്ങനെ കടക്കണിയിലൊക്കെ പോണേ? പിന്നെ ഈ 5 വർഷത്തിനിടയിൽ കടം 65% കൂടിയിട്ടുള്ളൂ. UDF-ന്റെ കാലത്ത് 93% വർദ്ധിച്ചത് 5 വർഷം. ഇതിലേ ഞാൻ ഒരു കാര്യം കൂടി പറയാ. സാമ്പത്തിക ശാസ്ത്രം എന്താ പറയണെന്നറിയാം കടക്കണിയെ കുറിച്ച്? സാമ്പത്തിക ശാസ്ത്രം ഞാൻ പഠിപ്പിച്ചിരുന്നത് ഇതാണ്. എന്റെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗത്തില് ഡോമർ സൂക്തം എന്ന് പറഞ്ഞ് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, വാങ്ങുന്ന കടത്തിന്റെ പലിശ GDP-യുടെ വളർച്ചയേക്കാൾ താഴെയാണെങ്കിൽ കടം സുസ്ഥിരമാണ്. ഇത് സാമ്പത്തിക ശാസ്ത്രമാണ്. ബാക്കിയൊക്കെ സാമ്പത്തിക കൂടോത്രമാണ് കേട്ടോ. ശാസ്ത്രമായിട്ട് ആരും ബന്ധമില്ല. ഉണ്ട്. ഇതൊക്കെ പബ്ലിക് ഡോക്യുമെന്റ് അല്ലേന്ന്. 2 വർഷമാണ് കേരളം കഴിഞ്ഞ UDF-ന്റെ കാലത്തും സാമ്പത്തിക വളർച്ച പലിശ നിരക്കിനേക്കാൾ ഉയർന്നതാണ്. കോവിഡിന്റെ 2 വർഷമാണ് അതിന്റെ താഴെ പോയത്. നമ്മള് സ്റ്റേബിൾ ആണെന്ന്. പക്ഷെ സർക്കാർ ഇങ്ങനെയൊന്നും പണിയൊന്നും ചെയ്യണ്ട, സർക്കാർ മിനിമം വല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാൽ മതി എന്നുള്ള സിദ്ധാന്തക്കാരുണ്ട്. അവർ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ കടപ്പേടി എന്നൊക്കെ പറയുന്നത്. അവർ ചെയ്തിരിക്കുന്ന ദ്രോഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, മനുഷ്യന്മാരുടെ മനസ്സിലൊരു പേടി ഉണ്ടാക്കിയെടുത്താൻ അവർ വിജയിച്ചു. അതുകൊണ്ട് ഈ കേന്ദ്രം നമ്മുടെ മേലെ ഈ കടന്നുകയറ്റവും ഒക്കെ ചെയ്തിട്ടും ജനരോഷം എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരായി ഉയരുന്നില്ല എന്ന് ചോദിച്ചാല്, ഇവിടെ നാട്ടിലെ കുറച്ച് വിദ്വാന്മാരും പ്രതിപക്ഷവും എല്ലാം ചേർന്ന് ഭയങ്കര കടത്തിലാണ്. അപ്പൊ കേന്ദ്രം രക്ഷിക്കുകയില്ല കേരളത്തെ ഇടപെട്ട് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാക്കി. ഞങ്ങളുടെ പരാജയം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയമായിട്ടും പ്രകടനപത്രികയില് ഡീൽ ചെയ്യും. ഏതായാലും 3 പ്രകടനപത്രികകളും ഈ അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ വരുമല്ലോ. അപ്പൊ നമുക്ക് പിന്നെയും കാണാം, പ്രകടനപത്രിക താരതമ്യപ്പെടുത്തി സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്.